ഇന്റർനെറ്റ് ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എൻ്റെ ഒടുക്കത്തെ മടി, കാരണം ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ച് പുതിയ വർഷമൊക്കെ അല്ലേ, 2026 ആയി, എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ ഹസ്ബൻഡ് ഒരു കൊളീഗിൻ്റെ കല്യാണമാണ്. കല്യാണം കൂടുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിലും ഒന്ന് കറങ്ങി വരാമെന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. അങ്ങനെ കല്യാണ വീട്ടിൽ ചെന്ന് എന്താ പറയുക, കല്യാണ ചെക്കനെയും പെണ്ണിനെയും കൂടെ ഒരു നോക്ക് കണ്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. നേരെ പോയത് കണ്ണൂർ ഡെക്കാത്തലണിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ പോകുമ്പോൾ തന്നെ പ്ലാനിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഡെക്കാത്തലൺ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. ഡെക്കാത്തലൺ ഓപ്പൺ ആയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. പിള്ളേരൊക്കെ അതിനകത്ത് കയറി ഫുൾ അർമതിക്കലായിരുന്നു, കാരണം സ്പോർട്സ് ഐറ്റംസ് ഇഷ്ടം പോലെ അവിടെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. ₹1 പോലും അവിടെ ചിലവാക്കാണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ നേരെ ഒരു തട്ടുകടയിൽ കയറി. ചായ സൽക്കാരം, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കടയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ വീട്ടിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അപ്പം മുത്തപ്പനെ ഒന്ന് കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പറശ്ശിനിക്കടവ് ഇറങ്ങി. അവിടുന്ന് മുത്തപ്പനെ അമ്പലത്തിലൊന്ന് തൊഴുതപ്പോഴത്തേക്കും തെയ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ തെയ്യം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ സമയം കുറച്ച് തെയ്യം തുടങ്ങാൻ കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബോട്ട് റൈഡിന് പോയി. ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്ത്. പ്രൈവറ്റ് ബോട്ട് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ് ബോട്ടാണ് എടുത്തത്. ₹40 മറ്റേ ഉള്ളൂ ഒരാൾക്ക്, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിനകത്ത് കയറി പിന്നെ അവിടെ ഡ്രൈവറേക്ക് ഒന്ന് മസ്കി അടിച്ച് ഒന്ന് ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് നമ്മളൊന്ന് കറങ്ങി വന്ന് തെയ്യമൊക്കെ കണ്ട് വീട്ടിലോട്ട് പോകാൻ വരുന്ന വഴി പയ്യന്നൂർ എത്തിയപ്പോഴത്തേക്കും സുഡിയോ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കൺട്രോൾ ഒന്നുകൂടെ പോയി. അങ്ങനെ അവിടെ ഇറങ്ങി സുഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ചെറിയൊരു പർച്ചേസും കൂടെ നടത്തിയിട്ട് വീട്ടിലോട്ട് പോയി.